ശ്രീമതി റോസമ്മ, ഇപ്പോൾ ഇവിടെ ശ്രീ ഡോക്ടർ ബി ജയരാജ്, അദ്ദേഹം CPM-ന്റെ ഒരു പ്രതിനിധിയാണ്. നമസ്കാരം. അങ്ങനെ പറയാൻ എനിക്ക് മനസ്സില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചുവല്ലോ, ഈ സമരത്തിന് പിന്നിൽ വേറെ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായെന്ന്, അത് സർക്കാരിനെതിരെയുള്ള ലക്ഷ്യങ്ങളാണ് എന്ന്. ഈ ഒരു വിഷമത്തിലിരിക്കുമ്പോൾ അളിയൻ ഇങ്ങനെ വന്ന് വഴക്കുണ്ടാക്കല്ലെന്ന്. അതായത് ആശാ ഹെൽത്ത് വർക്കേഴ്സിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില സംഘടനകൾ വന്നിരിക്കുന്നു എന്നാണ്. ഇത് നിങ്ങൾ കുറെ ദിവസങ്ങളായി കേൾക്കുന്നതാണല്ലോ. ഇപ്പോൾ എന്താണ് അതിനുള്ള മറുപടി നൽകാനുള്ളത്? എന്തിനാ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അതുപോലെ തന്നെ നിങ്ങളെ ഈ പാട്ടപിരിവുകാർ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ടല്ലോ. സുരേഷ് ഗോപി കുട തന്നപ്പോൾ അതിനെ അധിക്ഷേപിക്കുന്നുണ്ടല്ലോ. അതിനുള്ള മറുപടി പറയൂ. ധൈര്യമുണ്ടോ ഞങ്ങളുടെ ഇടയിൽ വന്ന്, ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ വന്ന് ഞങ്ങള് സമരം ചെയ്യുന്നിടത്ത് വന്ന് പറയാൻ അദ്ദേഹത്തിന് ആംബിയറുണ്ടോ? കീഴടങ്ങി കൈ പൊക്കാ പിന്നെ വെടിവെക്കരുത്. ഞങ്ങള് വെല്ലുവിളിക്കുന്നു. ആ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാണോ? ഞാനാണ് പറയണത്, അടുത്ത് നാട്ടുകാരുണ്ട്. വെറുതെ സംസാരിച്ച് അടി വാങ്ങിച്ചാൽ നീ കയറി പോകത്ത്. ആണെങ്കിൽ ഇപ്പൊ പറയണം, ഞങ്ങളുടെ മുൻപിൽ വന്ന് പറയണം. അത് ഞങ്ങള് ശരിക്കും കൊടുക്കും മറുപടി. വെള്ളിയാഴ്ച ദിവസമായിട്ട് നീ എന്നെ വെല്ലുവിളിക്കുന്നോടി? എടി തച്ചോളി ഉദയനന്റെ കുടുംബമാടി ഞാൻ. വേണ്ടി വന്ന ഞാൻ വാള് വെച്ച് കളയും, കോരി കളഞ്ഞ് നിന്റെ ഊപ്പാട് വരും. ഇതൊക്കെ ഇവരുടെ വെറും താന്തോന്നിത്തരം മാത്രമാണ്. ഈ സമരത്തെ വഴി തെളിച്ച് മാറ്റി ഗതി മാറ്റി തിരിക്കാൻ വേണ്ടി ഇവര് പറയുന്ന വാക്കുകളാണ്. ഭാഗ്യം നാട്ടുകാരും കണ്ടില്ല. അത് ഈ കേരള പൊതുസമൂഹം കണ്ടു മനസ്സിലാക്കി കഴിഞ്ഞു. ഇതൊന്നും ഞങ്ങളുടെ അടുത്ത് വില പോകൂല. ഞങ്ങള് 16 17 വയസ്സായ കൗമാരപ്രായക്കാരായ പെൺകുട്ടികളല്ല. ആദ്യം എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിലുണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. അതാ കഴിവ്. ജീവിതം എന്താണെന്നറിഞ്ഞ് കൃത്യമായി ജീവിതത്തെ അടുക്കും ചിട്ടയോടും കൂടി ഓരോ സമൂഹം എങ്ങനെ പോകണമെന്ന് കണക്കാക്കി പോകുന്ന ആശാവർക്കർമാരാ ഞങ്ങള്. വന്ന വഴി മറക്കരുത്. 1 2 പ്രായമല്ല ഞങ്ങള്. 10 58 60 വയസ്സായ അമ്മമാരാ ഇവിടെ ഇരിക്കുന്നത്. ധൈര്യമുണ്ടോ ഇയാൾക്ക് ഇവിടെ വന്ന് പറയാൻ? ഞങ്ങള് വെല്ലുവിളിച്ചിരിക്കുന്നു. വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാണോ? എന്നിട്ട് പറയാം ബാക്കി കാര്യം. എന്തൊക്കെയായിരുന്നു ഗോപിനാഥ് ഇത്രയും അല്ല. ശ്രീമതി KP റോസമ്മ, ഗോപിനാഥ് പറഞ്ഞ കാര്യത്തിന് അത് എന്റെ ഒരു നിലപാടല്ല എന്ന് ആദ്യം പറയേണ്ടത് ആരായിരുന്നു? നമ്മുടെ ആരോഗ്യമന്ത്രിയായിരുന്നു. ആനയ്ക്ക് വെക്കുന്ന മയക്കുവെടി എനിക്കിട്ട് വെച്ചോണ്ടല്ലോ. ഈ കേരളത്തിലെ 26,000 സംതിങ് ആശമാരെയാണ് അദ്ദേഹം ഈ രീതി പറഞ്ഞിരിക്കുന്നത്. ഇതിന് മറുപടി പറയാൻ ഞങ്ങൾക്ക് ഇപ്പൊ പറ്റത്തില്ല. അതിനാണ് ഞാൻ വെല്ലുവിളിച്ചിരിക്കുന്നത്. 62 വയസ്സിലെ ഉത്തരവ് പിൻവലിച്ച് വിരമിക്കൽ ആനുകൂല്യവും 700 രൂപ ഡെയിലി വേജസും മേടിക്കാതെ ഞങ്ങൾ ആശാവർക്കർമാർ ഈ അനന്തപുരിയുടെ മണ്ണിൽ നിന്നും തിരിച്ചു വീട്ടിലേക്ക് പോകില്ല. ഞങ്ങൾ വാങ്ങിച്ചിട്ടേ പോകുള്ളൂ. എന്റെ തലയ്ക്ക് ഭ്രാന്ത് കയറുക. എല്ലാത്തിനും വിഷം കൊടുത്ത് ഞാൻ ഈ പെരക്ക് തീ വെക്കും. 26,000 സംതിങ് ആശമാരുടെ മൊത്തം വനിതകളാണ്. ഈ വനിതാ കമ്മീഷൻ ഉറങ്ങിക്കിടക്കുവാണോ? ഇതിനെതിരെ ആക്ഷേപമില്ലേ? ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഉറങ്ങിക്കിടക്കുവാണോ? ഞാൻ മയങ്ങി വീഴൊന്നുമില്ല. ആരോഗ്യമന്ത്രി ശരിയായ രീതിയിൽ നോക്കിക്കോ. ഇതിന് നാളെ ഒരു സമയത്ത് കണക്ക് പറയേണ്ടതായിട്ട് വരും. ശരിക്കും പറയുവാണെങ്കിൽ ദൈവത്തിന്റെ മുൻപിൽ നിങ്ങൾ കണക്ക് പറയേണ്ടതായിട്ട് വരും. ദൈവം തരും. ഓ, വലിയ ചൂടിലാണല്ലോ. സ്ത്രീ ജനങ്ങളെ ഇതേപോലെ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ആക്ഷേപിച്ചതിന് മറുപടി പറയാൻ നിങ്ങൾക്കില്ലേ? ഇവിടുത്തെ വനിതാ കമ്മീഷൻ ഇല്ലേ? ഇവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ഇല്ലേ? വേലയെടുത്ത് ജീവിക്കുന്നവന് ഇത്തിരി കടവും കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. രാവിലെ പരസ്പരമൊന്നും ഇല്ലാത്ത ഓരോ വർത്തമാനം പറഞ്ഞോണ്ടിരുന്നേ. ഞങ്ങള് വെല്ലുവിളിക്കുക, ഒരിക്കൽ കൂടി വെല്ലുവിളിക്കുക. എന്താ പറയാത്തത്? നാവില്ലേ? എല്ലാം അമ്മാവന്റെ അനുഗ്രഹം. ഞാനത് പറയട്ടെ സുഹൃത്തെ, ഞാനത് പറയാനില്ലെങ്കിൽ ഞാൻ നിർത്തി. നിങ്ങൾ ചർച്ച ചെയ്തോട്ടെ, ഞാനില്ല. ഞാനില്ല. അല്ലല്ല, അത്തരമൊരു സമീപനം എടുക്കരുത്. ഞാനില്ല. അത് വലിയ കാര്യാക്കണ്ട. ചില ഉരുപ്പിടികൾ അങ്ങനെയാ. ഇല്ലല്ല ശ്രീ ചിത്തരഞ്ജൻ, ഇതിപ്പോ CPM-ന്റെ ഒരു സ്ഥിരം സമീപനമാണ്. പോകുന്നെങ്കിൽ പോകുന്നേ, നേരെ ചൊവ്വ അല്ലെങ്കിൽ അറക്കുളം ബായോട് മുട്ടാൻ നിൽക്കല. ചോദ്യങ്ങളെ അഭിമുഖീകരിക്കണം. ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാതെയുള്ള ഇത്തരം നിഷേധാത്മക സമീപനമൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല. 700 രൂപ കൂട്ടിക്കൊടുക്കുമെന്ന് പറഞ്ഞ് പ്രകടന പത്രിക ഇറക്കി ഭരണത്തിലേറിയ ഒരു ഗവൺമെന്റാണിത്. ഇപ്പോ ഈ സമരം തുടങ്ങിയതിന് ശേഷം പാടെ ഈ സമരത്തിനെതിരാണ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായേ. CPM-ന്റെ നേതാക്കന്മാർ, CITU-ന്റെ നേതാക്കന്മാർ
ഇപ്പോൾ ആശാ വർക്കർമാർ സമരം ചെയ്യുന്നതിനെതിരാണ്. അതിന്റെ കാരണം എന്താണ് എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഒന്നും പറയണ്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. നീ കുറെ നേരമായി കിളച്ച് കയറിക്കൊണ്ടിരിക്കുക. ആശാ വർക്കർമാരുടെ സമരം സഭയിൽ ചർച്ചയായതോടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. കാർന്നോമാരുണ്ടാക്കിയത് വിറ്റിട്ട് ഉണ്ടയടിച്ച് ജീവിച്ചാ നോക്കിയേ. ഇവിടെ നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഗർഭിണികളുടെ പരിചരണവും കുഞ്ഞുങ്ങളുടെ പരിചരണവും ഒക്കെ നടത്തുന്ന ആ സാധു മനുഷ്യർ മഴയും വെയിലും കൊണ്ട് നമ്മുടെ വീടാന്തരം കയറി ഇറങ്ങി വന്ന മനുഷ്യർ അതേ മഴയും വെയിലും കൊണ്ട് തന്നെയാണ് സാർ അവിടെ സമരം ഇരിക്കുന്നത്. അയ്യോ പാപം, ഞാൻ ചേട്ടനെ വെറുതെ തെറ്റിദ്ധരിച്ചു. LDF-ന്റെ 2021 ആണ്ടിലെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് 45-ാം പോയിന്റിൽ ആശാ വർക്കർമാർ, അംഗനവാടി ജീവനക്കാർ, കുടുംബശ്രീ ജീവനക്കാർ തുടങ്ങി സ്കീം വർക്കേഴ്സിന് മിനിമം കൂലി 700 രൂപയാക്കുമെന്ന്. അതാണ് എനിക്കും പിടികിട്ടാത്തത്. മൊത്തം കൺഫ്യൂഷൻ ഇല്ല സാർ. ആ 700 രൂപ ഇവർ നൽകിയ വാഗ്ദാനം, ആ വാഗ്ദാനത്തിന് വേണ്ടി ആ സാധു മനുഷ്യർ സമരം ചെയ്യുമ്പോൾ ഇവർ എന്തൊക്കെ പുലഭ്യമാണ് സാർ അവരെ പറയുന്നത്. ജനങ്ങളെ പറ്റിക്കല്ലേ ഇതൊക്കെ തന്നെ. അപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എന്തൊക്കെയാണ് സാർ അവരെ വിളിച്ചത്? നിങ്ങൾ അവരെ കൃമികീടങ്ങളെന്ന് വിളിച്ചില്ലേ? നിങ്ങൾ അവർ ഈർക്കൽ പാർട്ടികളെന്ന് വിളിച്ചില്ലേ? നിങ്ങൾ അവരെ ബക്കറ്റ് പിരിവാർന്ന് വിളിച്ചില്ലേ? എന്താ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കണേ? പറ, എന്തെങ്കിലുമൊക്കെ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങൾ നിയന്ത്രിച്ചു പറ. എന്ന് തൊട്ടാണ് സാർ ഇവർക്ക് ബക്കറ്റ് പിരിവ് ഇത്ര അയിത്തമായി തോന്നി തുടങ്ങിയത്? കൊലയാളികൾക്ക് വേണ്ടി ബക്കറ്റ് പിരിച്ച പാർട്ടിക്കാരല്ലേ സാർ ഇവർ? അവർക്കിപ്പോ ബക്കറ്റ് പിരിക്കുന്നത് മോശം കാര്യമായി തോന്നുകയാണ് സാർ. പിന്നെ പണിയെടുക്കാതെ ജീവിക്കുന്ന ഒരു ഒറ്റയാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടുള്ളൂ. ആ വനിതകൾ, ആ സമരം ചെയ്യുന്ന സാധു മനുഷ്യർ, അവർ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണുവാൻ, അവർ തന്നെ പറഞ്ഞത് ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണുവാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ വരണ്ട, ഓഫീസ് ടൈമിൽ ഓഫീസിൽ വരാൻ ആവശ്യപ്പെട്ടു സാർ. ഞാൻ ചോദിച്ചോട്ടെ സാർ, ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഞാനും അങ്ങും ഈ സഭയിലിരിക്കുന്ന എല്ലാവരും വീടാന്തരം കയറി വോട്ട് ചോദിച്ചവരല്ലേ സാർ? നമ്മൾ വോട്ട് ചോദിക്കുവാൻ പോകുമ്പോ ഓഫീസ് ടൈമിലാണോ സാർ വോട്ട് ചോദിക്കുവാൻ പോകുന്നത്? വോട്ട് ചോദിക്കാൻ പോകുമ്പോ കൊച്ചു വെളുപ്പാങ്കാലത്ത് പോകാം, പാതിരാത്രിയിൽ പോകാം. പക്ഷെ വോട്ട് കിട്ടി ജയിച്ചതിന് ശേഷം ആ സാധു മനുഷ്യർക്ക് ഒരാവശ്യം വന്നാൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങേക്ക് ആ ഓഫീസ് അധികം നാൾ ഉണ്ടാകില്ല എന്ന് ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പടിക്കൽ ഇങ്ങനെ ഒരു സമരം നടന്നിട്ട് മുഖ്യമന്ത്രി അവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ? ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ? കേൾക്കണത് എങ്ങനെയാ? ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. എന്തുകൊണ്ടാണ് ഒരു ജനകീയ സമരത്തെയും അഡ്രസ് ചെയ്യില്ല എന്ന ഫോൾസ് ഈഗോയുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരിക്കുന്നത്? മുഖ്യമന്ത്രി അവരെ കണ്ടില്ലെങ്കിലും അവരുടെ മുന്നിൽ കൂടി കേരള ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുക്കുവാൻ പോയി. സന്തോഷം. മനസ്സില്ല, എനിക്ക് ഉറക്കെ പറയണം. ഞങ്ങൾ 2003 ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് നടത്തിയപ്പോ അതിനെ തള്ളി പറഞ്ഞ ആളുകൾ 2025 ആണ്ടിൽ പേര് മാറ്റിയത് നടത്തുന്നതിനകത്ത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അറിയാണ്ട് ചെയ്യണതല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്യണതാണ് ജീവിക്കാൻ വേണ്ടി. അത് നടത്തിയത് ഗ്രാൻഡ് ഹയാത്തിലാണ് സാർ. ഈ ഗ്രാൻഡ് ഹയാത്ത് നിർമ്മിക്കുമ്പോ ആ നിർമ്മാണത്തിനെതിരെ സമരം ചെയ്ത ആളുകൾ ഇതൊക്കെ വെറും സാമ്പിൾ വെടിക്കെട്ട്. പെരിയവനെ പ്രയോഗിക്കും മുമ്പുള്ള ഒരു മുന്നറിയിപ്പ്. ഓൺലി വിഷ്വൽ ഇമ്പാക്ട്. അതേ ഗ്രാൻഡ് ഹയാത്തിൽ ഈ സമ്മേളനം നടത്തുമ്പോ നിറം മാറുന്നതിനെ പറ്റി ഓർത്ത് ഓന്തുപോലും കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് സാർ ഇവരുടെ മുന്നിൽ. ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ എന്ന് പറയുന്ന പോലെ നമുക്കും ഒരു കലക്കണം. നമുക്ക് കലക്കണ്ട, നീ ഒറ്റക്ക് കലക്കിയാൽ മതി, ഞാനില്ല. എന്താ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഇല്ല.